ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെട്ടെന്ന് പ്ലാൻ ചെയ്തു ചെന്നൈ ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തലേ ദിവസം പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം പോകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാനന്തവാടി അവിടെ നിന്ന് ബസ്സിന് ഒന്നും നമുക്ക് കിട്ടിയില്ല. മൈസൂരിലേക്കുള്ള ബസ്സൊക്കെ ഫുള്ളായിപ്പോയി. അതുപോലെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിയില്ല. അപ്പം ബത്തേരി പോയി ഒരുപാട് ബസ് ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ നേരെ ബത്തേരി പോയി അവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു കുറേ നേരം. അപ്പോൾ അവിടെ ഫുൾ റിസർവേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ 7:45 ഒരു ബസ് നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് റിസർവ് ചെയ്തിട്ട് അങ്ങനെയാണ് പോയത്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. അതുകൊണ്ട് നമ്മൾ അടയും ഉള്ളിവടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് കിട്ടി. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിയപ്പോൾ തൽക്കാലം ബാലൻസ് ഉണ്ടായിരുന്ന 2 സീറ്റാണ് കിട്ടിയത്. അതൊന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. ഇതാണ് എൻ്റെ ഫ്രണ്ട് സുൽഫി. അപ്പം അവളുടെ വീട് മൈസൂരാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം ചെന്നൈയിലോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഒരു ഊബർ വിളിച്ച് അവളുടെ വീട്ടിലോട്ടേക്ക് പോയി. 2 പെട്ടി 2 കുട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഗായ്സ്. നമ്മൾ മൈസൂർ എത്തി ഗായ്സ്. ബ്രഷ് എടുക്കാൻ മറന്നുപോയി. യെസ്, ബ്രഷ് എടുക്കാൻ മറന്നുപോയി. പല്ല് തേക്കാൻ ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. പല്ല് തേക്കാത്ത വീഡിയോ ആണിത്. രാത്രി ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഫുൾ ടയേർഡൊക്കെ ആയതുകൊണ്ട് പിന്നീട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നേരെ പോയിട്ട് അങ്ങോട്ട് കിടന്നു ഫുഡും കഴിച്ചിട്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബുക്ക് ചെയ്തപ്പോഴേ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പിന്നെ അത് ക്യാൻസലായിപ്പോയി പിറ്റേ ദിവസം ആയപ്പോഴേക്ക്. അങ്ങനെ അങ്ങോട്ട് പോകണോ തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് സുലുവിൻ്റെ ബ്രദർ ഇങ്ങനെയൊക്കെയോ ഒരു 2 സീറ്റ് ബുക്ക് ചെയ്തെന്ന് നമുക്ക് സ്ലീപ്പർ ബസ്സിന്. അങ്ങനെ അപ്പോൾ രാത്രിയായിരുന്നു ബസ്, 9 മണിക്കായിരുന്നു. അപ്പം കുറേ നേരം ടൈം ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് മൈസൂരൊക്കെ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ ഒരുപാട് നേരം വൈകുന്നേരം വരെ നമ്മൾ അവിടെ നിന്നു. പിന്നെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ലേ. വേഗം ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം 9 മണിക്കുള്ള ബസ്സിന് ഞങ്ങൾ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ അവിടെ ബസ് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരോടൊക്കെ ബായൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഊബർ ബുക്ക് ചെയ്ത് പോവുകയാണ്. സുലുവിൻ്റെ കുട്ടി ചെറിയതായതുകൊണ്ട് തന്നെ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യാത്ര പോകുമ്പം ബുദ്ധിമുട്ടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പിന്നെ സ്ലീപ്പറൊക്കെ ആയതുകൊണ്ട് പോയപാട് നമ്മൾ നേരെ അങ്ങോട്ട് കിടന്നു. പിന്നെ ആൾക്ക് കളിക്കാൻ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൂളായിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞ പാട് കിടന്നുറങ്ങി. ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ 12 മണിക്കൂർ ഇനി ഇരിക്കണം ബസ്സിൽ. ലേറ്റായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങി. ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യാത്ര പോകുമ്പോഴും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതുപോലെ ഇപ്പോൾ രാവിലെ ഏറെക്കുറെ എത്താനായിട്ടുള്ളത്. ഒരു 6:30 ഒക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ സുൽഫി വേറെ സ്ഥലത്താണ്. കാരണം അവൾക്ക് ബുക്ക് ചെയ്ത സ്ഥലത്ത് വെള്ളമൊക്കെ മറിഞ്ഞ് വേറെ സീറ്റാണ് അവൾക്ക് കൊടുത്തത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ചെന്നൈ എത്തി ഗായ്സ്. അവിടുന്ന് വീണ്ടും ഒരു ഊബർ വിളിച്ച് ഞങ്ങൾ റൂമിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിലിടാം. അപ്പം സീ യു ഗൈസ്.